ചൈനയിൽ ഒരു പുതിയ തരം വൈറസ് കൂടി ഉടലെടുത്തിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഹ്യൂമൻ മെറ്റ ന്യൂറോ വൈറസ് വഴി പകരുന്ന പകർച്ചവ്യാധി ചൈനയുടെ നിരവധി പ്രവിശ്യകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുകയും ഒട്ടനവധി മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജലദോഷം പോലെയുള്ള ലക്ഷണങ്ങളാണ് ആദ്യം രോഗികളിൽ കാണപ്പെടുന്നത്. വൈറസിന്റെ ആക്രമണം നടക്കുന്നത് ശ്വാസകോശത്തിന് മുകളിലും ശ്വാസകോശത്തിന് താഴെയായിട്ടുമാണ്. ചുമ, പനി, മൂക്കടപ്പ്, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയവയും മറ്റ് ലക്ഷണങ്ങളാണ്. പ്രത്യേകിച്ചും 14 വയസ്സിനും താഴെയുള്ളവരും മുതിർന്ന പൗരന്മാരെയുമാണ് ഈ വൈറസ് ആക്രമിക്കുന്നത്. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ വൈറസിനും എടുക്കേണ്ടത്. ഇൻഫ്ലുവൻസ എ, COVID-19, മൈക്രോപ്ലാസ്മ ന്യൂമോണിയ തുടങ്ങിയ HMPVയോട് ഒപ്പം ചില രോഗികളിൽ കണ്ടുവരുന്നുണ്ടെന്നാണ് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത്. ഈ പുതിയ വൈറസിനെതിരെ യാതൊരുവിധ ആന്റിവൈറൽ ഡ്രഗും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നതും ഇതിന്റെ വ്യാപനം വീണ്ടും ഒരു മഹാമാരിയിലേക്ക് ലോകത്തിനെ തള്ളിയിടുമോ എന്നുള്ളതും ആശങ്ക ഉണർത്തുന്നതാണ്. ചൈന ഈ വാർത്ത നിഷേധിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ഹോസ്പിറ്റലുകൾ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. നിരവധി മരണങ്ങളും ഇതിനോടൊപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. 2019 COVID-19 വന്നപ്പോഴും ആദ്യഘട്ടങ്ങളിൽ ചൈന ഈ വൈറസിന്റെ വ്യാപനത്തിന്റെ സാധ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുകയോ അതിനെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും ചൈന അവലംബിച്ചു പോരുന്ന തന്ത്രം അതുതന്നെയാണെന്നുള്ളത് ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ്. 2025 ഒരു മഹാമാരി ലോകത്തെ കീഴടക്കുമെന്ന നോസ്ട്രാഡാമസിന്റെ പ്രവചനവും ലോകത്തിന്റെ മുന്നിൽ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു. വീണ്ടും ഒരു മഹാമാരി ഇപ്പോഴേ തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറിച്ച് സ്വന്തം രാജ്യങ്ങളിലെ ജനങ്ങളെ COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ചൈന കൈകാര്യം ചെയ്തതെന്ന് ലോകം കണ്ടതാണ്. ഈ അവസരത്തിലും മറ്റൊരു മഹാമാരിയുടെ സാധ്യത മുൻകൂട്ടി കണ്ട് വ്യാപനം ഒഴിവാക്കുകയാണ് ലോകരാജ്യങ്ങൾ ചെയ്യേണ്ടത്. വീണ്ടും ഒരു അടച്ചുപൂട്ടൽ താങ്ങാവുന്നതിന് അപ്പുറമാണ്.